നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിയിൻ്റെ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BPSC 142 യൂണിറ്റ് 9. ഇതിൽ നമ്മൾ മുഴുവനും ഇന്ത്യയുടെ പോളിസി, അതായത് നമ്മളുടെ ഏഷ്യൻ കൺട്രികളിലുള്ള ഇന്ത്യയുടെ പോളിസിനെ പറ്റിയിട്ടുള്ള നെയ്ബേഴ്സ് ആയിട്ടുള്ളവർ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ, ഇതൊക്കെ വരുന്ന ഒരു വലിയ നീണ്ട ലെസനാണ്. നിങ്ങൾ സ്റ്റുഡൻസ് നല്ലപോലെ ഇത് വായിക്കണം. ഓരോ പോളിസികളും ഓരോ രാജ്യത്തിൻ്റെ അടുത്ത് നമ്മളുടെ പോളിസികളെ പറ്റിയാണ് ഇതിൽ പരാമർശിച്ച് പോകുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പരാമർശിച്ചു പോകുന്നത് വെച്ചാൽ നമ്മളുടെ നാഷണൽ ഇന്റർനാഷണൽ പോളിസികളാണ്. നെയ്ബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ അയൽവാസികളാണ്. അപ്പോൾ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വിധത്തിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും, നമ്മളുടെ ട്രേഡ് റിലേഷൻസ് എന്തായിരിക്കും, നമ്മളുടെ മൈഗ്രേഷൻ പോളിസികൾ എന്താണ്, അതേമാതിരി വാട്ടർ ഷെയറിങ്, ഇത് മുഴുവനും വരുന്നത് നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തുള്ള കൺട്രികളാണ്. സൗത്ത് ഇന്ത്യയിൽ വരുന്നത് ശ്രീലങ്ക, മാലിദ്വീപ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇത് ആകെ മൊത്തം ഇന്ത്യയുടെ ഡൈനാമിക് ആയിട്ടുള്ള പോളിസി, നെയ്ബർഹുഡിൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള പോളിസികളാണ് ഈ ലെസണിൽ വരുന്നത്. അപ്പൊ ഇതിൽ എന്താ വരുന്നത് വെച്ചാൽ, ഇവിടെ ആദ്യം നമ്മൾ ബംഗ്ലാദേശ് 3 ഭാഗവും, അതായത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റിലും ഇന്ത്യ തന്നെയാണ് സറൗണ്ട് ചെയ്തിരിക്കുന്നത്. സദേൺ സൈഡിൽ മയൻമാർ ഉണ്ട്. ബംഗ്ലാദേശ് മുഴുവനും ഒരു റിവറിന്റെ അല്ലെങ്കിൽ പുഴകളുടെ കൺട്രിയാണ്. അത് മാത്രമല്ല അവിടെ ലാർജസ്റ്റ്, വേൾഡിലെ ഏറ്റവും വലിയ ഗംഗാ നദീതീരം അല്ലെങ്കിൽ ഗംഗ, പദ്മ, ബ്രഹ്മപുത്ര, ഇത് 3ഉം കൂടെ ഒഴുകി വന്നിട്ട് ഒരു ഡെൽറ്റ ഫോർമേഷൻ ഉണ്ട്. ഡെൽറ്റ എന്ന് വെച്ചാൽ ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ്. കടലിലേക്ക് ചേരുന്നതിന് മുമ്പ് അവിടെ മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം ഒഴുകി പോകുന്ന ആ ഏരിയനാണ് ഡെൽറ്റ എന്ന് പറയുക. അപ്പൊ ഇവിടെ 3 റിവേഴ്സിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട്, അതുകൊണ്ടാണ് 3 റിവറും വന്ന് ജോയിൻ ചെയ്ത് വെള്ളം പോകുമ്പോൾ അവിടെ വലിയൊരു ഡെൽറ്റ ഫോർമേഷൻ വരുന്നുണ്ട്. ഇത് രണ്ട് റിവർ യുണൈറ്റ് ചെയ്ത് മേഘ്ന ബേ ഓഫ് ബംഗാളിൽ വന്ന് വീഴാണ്. അപ്പൊ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഡെവലപ്ഡ് അല്ല, വളരെ ഡെവലപ്മെന്റ് കുറഞ്ഞ ഒരു കൺട്രിയാണ്. അത് മാത്രമല്ല അവിടെ പോപ്പുലേഷനും കൂടുതലാണ്. ധാക്ക ആണ് അവരുടെ ക്യാപിറ്റല്. ഏറ്റവും കൂടുതൽ തിക്കലി പോപ്പുലേറ്റഡ് എന്ന് പറയാം, അതായത് ജനസംഖ്യ ലോകത്തിൽ കൂടുതലായിട്ടുള്ള ജനസംഖ്യയുള്ള രാജ്യവും ബംഗ്ലാദേശാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ജോഗ്രഫിക്കലി പറയുമ്പോൾ ഒരു സ്പെഷ്യൽ നെയ്ബർ എന്ന് പറയും, ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ ഒരു അയൽവാസി, നല്ല ഒരു പ്രത്യേകതയുള്ള അയൽവാസി എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ജിയോ സ്ട്രാറ്റജിക്കിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നോർത്തേൺ പാർട്സ്, ഇന്ത്യയുടെ നോർത്ത് വശം അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലത്തെ കൺട്രികളാണ്. ഇവിടെ ഇന്ത്യ ലോക്ക്ഡ് കൺട്രി എന്നാണ് പറയുക. കാരണം അപ്പുറത്തിപ്പുറത്തൊക്കെ ഇന്ത്യയുടെ രാജ്യത്തിന്റെ ബോർഡേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ലോക്ക്ഡ് എന്ന് പറയുന്നത്. ഇനി സിലിഗുരി കോറിഡോറിൽ എന്താന്ന് വെച്ചാല്, ഇവിടെ നമ്മള് ഈ ബംഗ്ലാദേശ് നിങ്ങൾക്കറിയാം, പ്രീവിയസ് ക്ലാസ്സുകൾ ഞാൻ എങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൽ കൂടെ സാധനങ്ങൾ ട്രാൻസിറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷൻ, അത് മാത്രമല്ല ചില സമയത്ത് ബംഗ്ലാദേശ് നമ്മൾക്ക് ഇതിന് അല്ലാണ്ട് ട്രാൻസ്പോർട്ടേഷൻ സമ്മതിക്കാണ്ട് വരുമ്പോൾ അവിടെ ക്യാൻസലേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. ഇത് നാരോ ഏരിയ ആണ് സിലിഗുരി കോറിഡോർ. ഇതില് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ നെക്കില്, ചെക്കൻ നെക്ക് എന്ന് പറയുന്ന 22 കിലോമീറ്റർ സ്ട്രെച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കോറിഡോർ എന്ന് വെച്ചാൽ ഇടവഴി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ ബോർഡേഴ്സ്, ഈ ബംഗ്ലാദേശിന്റെ ബോർഡേഴ്സ് മുഴുവനും ഇന്ത്യ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. അത് മാത്രമല്ല 4351 കിലോമീറ്റർ നീളത്തിലാണ് ഇതിന്റെ ബോർഡർ വരുന്നത്. ലോകത്തിലെ 5ാമത്തെ നീളം കൂടിയ ലാൻഡ് ബോർഡർ ആണ് ഇത്. ഇതിന് 5 സ്റ്റേറ്റ്സ്, ഇന്ത്യയിലത്തെ 5 സ്റ്റേറ്റ്സിന് തൊട്ട് വരുന്നു. ആസാം, വെസ്റ്റ് ബംഗാൾ, മേഘാലയ, ത്രിപുര, മിസോറം, ഈ 5 സ്റ്റേറ്റ്സ് കൂടെയാണ് ഇതിന്റെ, അതായത് അതിന്റെ രാജ്യത്തിന്റെ
ജോഗ്രഫി വശം വെച്ച് നോക്കുമ്പോൾ ഈ 5 രാജ്യങ്ങൾ, ഇന്ത്യയിലത്തെ 5 സ്റ്റേറ്റ് ആണ് ഇതിന്റെ ബോർഡറിൽ വരുന്നത്. ഈ ബോർഡറിൽ കൂടെ 25 ഡിസ്ട്രിക്ട്സും ഉണ്ട്. 5 സ്റ്റേറ്റിൽ കൂടെ 25 ഡിസ്ട്രിക്റ്റിന് തൊട്ടാണ് ഈ ബോർഡർ വരുന്നത്. ഇത് ബോർഡർ മാനേജ്മെന്റ് അതുകൊണ്ട് നമുക്ക് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമായിരുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാകാനുള്ള കാരണം ഫുഡ് സ്മഗിൾ ചെയ്യുക, അല്ലെങ്കിൽ മെഡിസിൻസ് സ്മഗിൾ ചെയ്യുക, കന്നുകാലികളെ സ്മഗിൾ ചെയ്യുക, മെഷീനറി സ്മഗിൾ ചെയ്യുക, നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കൾ, ഇതൊക്കെ വളരെ വല്ലാത്തൊരു രാജ്യത്തിന്റെ ചെറിയ ഭാഗങ്ങൾ കൂടെ നമുക്ക് അറിയാൻ പറ്റില്ല, ഗവൺമെന്റിന് അറിയാൻ പറ്റില്ല. ഇതൊക്കെ സ്മഗിൾ ചെയ്ത് കടത്തുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അനധികൃതമായിട്ട് കടക്കുകയാണ്. ഇനി ഇതില് മൈഗ്രേഷൻ, ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ സാധാരണമായിട്ട് നമുക്കൊരു വിസ എന്നുള്ള ഒരു ഫോർമാലിറ്റീസ് ഉണ്ട്. അതായത് 2 ഗവൺമെന്റും അറിഞ്ഞിട്ടാണ് ഈ വിസ കൊടുക്കുന്നത്. ഇന്ന രാജ്യത്തിൽ നിന്ന് വരുന്ന ആള്, അപ്പൊ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഇന്ത്യയിലുള്ളവര് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഗവൺമെന്റിന് അറിയണം. അതേമാതിരി ഏത് രാജ്യത്തിലേക്കാണോ പോകുന്നത് അവരും അറിഞ്ഞിരിക്കണം, ഇന്ന ഒരാള്, ഇന്ന ഡീറ്റെയിൽസ് ഉള്ള ആള് ഈ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആ പ്രോസസ്സിനെ, ആ ഡോക്യുമെന്റിനാണ് നമ്മൾ വിസ എന്ന് പറയുന്നത്. അപ്പോൾ വിസ ഇല്ലാണ്ട് പോവാൻ പറ്റിയാൽ, വിസ ഇല്ലാണ്ട് ഇപ്പോ പോയി കഴിഞ്ഞാൽ അവരെ ലീഗലായിട്ട് അവരെ നമുക്ക് അവിടെ താമസിക്കാൻ അനുവാദമില്ല. അങ്ങനെ വരുമ്പോൾ അവരെ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്താ പറ്റുന്നത് വെച്ചാല്, ജോലിക്ക് വേണ്ടി പോകാം. നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് എല്ലാവരും വിസയ്ക്കുള്ള ജോലിക്ക് പൈസ എടുത്ത് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിസ സെയില് അല്ലെങ്കിൽ വിസ പ്രോബ്ലത്തിൽ പോയി മാട്ടാൻ പാടില്ല എന്ന്. കാരണം ഇത് ഇല്ലീഗലാണ്. വിസ ചിലപ്പോ ഈ പറ്റിച്ച കളയും ആൾക്കാർ. 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ജോലിയും ഉണ്ടാവില്ല, ശമ്പളവും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് വിസയും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവർ ആ രാജ്യത്തിൽ ഇല്ലീഗലായിട്ട് താമസിക്കുകയാണ്. ഇല്ലീഗലായിട്ട് താമസിച്ചു കഴിഞ്ഞാൽ അവരെ ജയിൽവാസം, പണമടയ്ക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇവിടെ ഇന്ത്യയിലേക്ക് ഈ ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ വരുന്നത് ജോലിക്ക് വേണ്ടിയും അവരുടെ ജീവിത സൗകര്യങ്ങൾ നല്ല വിധത്തിൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് വാട്ടർ റിസോഴ്സസ് മാത്രമാണ്. അത് മാത്രമല്ല, പിന്നെ നമ്മൾ പറയാറുണ്ട് ഈ ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷൻ, അതായത് ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യം, നമ്മളിവിടെ പെരുമ്പാവൂർ ആ ഭാഗത്തൊക്കെ കാണുന്നില്ലേ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്ന് ആൾക്കാർ വന്ന്, ബംഗാളീസ്, ബീഹാറീസ് വന്ന് ജോലി ചെയ്യുന്നത്. അത് നമ്മുടെ വിത്തിൻ്റെ കൺട്രിയാണ്. നമ്മുടെ രാജ്യമായ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്ന് ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് താമസിക്കുന്നു. അതിന് വിസയുടെ ആവശ്യമില്ല. രാജ്യം വിട്ട് വേറെ രാജ്യത്തിലേക്ക് പോകുമ്പോഴാണ് വിസയുടെ ആവശ്യം വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ്, അങ്ങനെ വിസ ഇല്ലാണ്ട് പോകുമ്പോഴാണ് അതിനെ ഇല്ലീഗൽ മൈഗ്രേഷൻ എന്ന് പറയാ. അപ്പൊ അത് മാത്രമല്ല, ഈ ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷൻ ചെയ്ത് അല്ലെങ്കിൽ ജോലിക്കാരാണ്, അല്ലെങ്കിൽ ആ ലഗത്തിൽ അവരും ഈ ടെററിസ്റ്റ് കൂടെ വരാറുണ്ട്. ഇനി എന്താണ് വഴക്കിനുള്ള കാരണം? ജലമാണ് പ്രശ്നം. ജലത്തിനുള്ള ഷെയർ ട്രാൻസ് ബോർഡറിൽ വരുന്ന റിവർ കൂടെ നമ്മൾ 54% നമ്മൾ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ബ്രിഡ്ജ് ബറാജ് ഉണ്ടാക്കുകയും ആ വെള്ളത്തിന് ഭാഗീരഥി ഹുഗ്ലി ബ്രാഞ്ച് വഴി റിവർ ഗംഗയിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും കൽക്കട്ടയിലാണ് അത് ഏറ്റവും കൂടുതലായിട്ടുള്ള സിറ്റുവേഷനിൽ വെള്ളം കിട്ടുന്നത്. അപ്പൊ ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചെറിയ വെള്ളത്തിന്റെ പ്രശ്നത്തിലാണ് ഈ ഡിസ്പ്യൂട്ട് വന്നിട്ടുള്ളത്. ഇനി എക്കണോമിക് ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മള് സൗത്ത് ഏഷ്യൻ ഏഷ്യൻ കൺട്രിയില് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഒരു ഇക്കണോമിക്, ധനപരമായിട്ടുള്ള ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്. നമ്മൾ അവരോട് ഡിപ്പെൻഡ് ചെയ്യുക, അവർ നമ്മളോട് ഡിപ്പെൻഡ് ചെയ്യുക. എന്തിനാണ് ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് പാർട്ട്ണറായിട്ടാണ്, സൗത്ത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് പാർട്ട്ണറായിട്ടാണ് നമ്മൾ ബംഗ്ലാദേശിനെ കാണുന്നത്. ഇവിടെ നിന്ന് എന്താണ് നമ്മൾ കൊണ്ടുപോകുന്നത്? കോട്ടൺ യാണ്, അതായത് നൂല്, തുണികൾ ഉണ്ടാക്കാനുള്ള, കോട്ടൺ തുണികൾ ഉണ്ടാക്കാനുള്ള യാൺ അല്ലെങ്കിൽ നൂലാണ് മേജറായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതേമാതിരി നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് ഇലക്ട്രിസിറ്റി മേടിക്കാറുണ്ട്. ഇലക്ട്രിസിറ്റി ഇവിടെ നിന്ന്
ഇന്റർനെറ്റ് കണക്ഷൻസും ബാൻഡ് വിത്ത് ത്രിപുരയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇന്ത്യയുടെ കൺസ്ട്രക്ഷൻ, ഇന്ത്യ ഒരു പവർ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ. കോൾ ബേസ്ഡ് കൽക്കരി കൊണ്ടുള്ള പവർ പ്ലാന്റ്സ് ബംഗ്ലാദേശിൽ ഇന്ത്യ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്കണോമിക്കലി അവർ പരസ്പരം സഹായ സഹകരണങ്ങൾ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സെക്യൂരിറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബോർഡർ എപ്പോഴും മാനേജ്മെന്റിൽ, അതായത് ഈ ബോർഡറുകൾ വരുന്ന രാജ്യങ്ങളിൽ നമ്മൾ അലേർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധാലുവായിരിക്കണം. അതിലെ എന്തൊക്കെയാണ് നമ്മൾ ഡെഫിനിഷൻ ബംഗ്ലാദേശുമായിട്ട് കൂട്ടിച്ചു വരുമ്പോൾ, ഒന്ന് ബോർഡർ മാനേജ്മെന്റ്, ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷൻ നിർത്തുക അല്ലെങ്കിൽ സമ്മതിക്കാണ്ടിരിക്കുക. പിന്നെ വരുന്നത് വാട്ടർ റിസോഴ്സസ്, വെള്ളത്തിന്റെ ഷെയറിങ് എങ്ങനെയാന്ന് നോക്കുക. പിന്നെ വരുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള ട്രേഡ്, ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. എക്കണോമിക്കലി നമ്മൾ പരസ്പരം, ധനപരമായി നമ്മൾ പരസ്പരം ഇന്റർഡിപ്പെൻഡ് ചെയ്ത് പോവുക. ഇത് കൂടാണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസേൺ ഉണ്ട്, അതാണ് ടെററിസം. നോർത്ത് ഈസ്റ്റേൺ ഇൻസർജൻസി, നമ്മുടെ ബംഗ്ലാദേശ് വഴി നമ്മൾ ഈ ടെററിസ്റ്റ് വരുന്നത് അറിയാൻ പോകുന്നില്ല. അവരുടെ വേഷഭൂഷാദികളിലോ അവരുടെ ആറ്റിറ്റ്യൂഡിലോ അറിയില്ല. ഇവിടെ കൂടെ ഒരു പ്രാവശ്യം ഒരു ടെററിസ്റ്റിനെ നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അവർ കൂലി വേലക്കാരായിട്ടാണ് വന്നിട്ട് കുറേ ദിവസം അവിടെ ഇരുന്ന് അങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, ഈ കൂലി വേലക്കാരായിട്ട് വരുമ്പോൾ അവർക്ക് ഹൈഡ് ഔട്ട് കിട്ടും, താമസിക്കാനുള്ള സ്ഥലം കിട്ടി. അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നടത്തിക്കുക, എല്ലാ ഡീറ്റെയിൽസ് എടുക്കുക, വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുക. ഇതേമാതിരി ഇവിടുത്തെ ഗ്രൂപ്പുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ലിബറേഷൻ ഫ്രണ്ട് ആസാം, ഉൾഫ ഗ്രൂപ്പ്, പിന്നെ നാഷണൽ ലിബറേഷൻ ഓഫ് ത്രിപുര, NLFT, പിന്നെ വരുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് ബോഡോലാൻഡ്, NDFM. ഇതൊക്കെ വളരെ ഗ്രൂപ്പാണ്, വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഈ അറ്റാക്ക് ചെയ്യാനുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ, അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ മൈനർ വേർഷൻ എന്ന് പറയാം. ഇവരിങ്ങനെ ബോർഡറിൽ വന്ന് നമ്മളുടെ ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ബോർഡേഴ്സ് വാച്ച് ചെയ്യുന്നത്. ഇനി 2008 മുതലുള്ള റിലേഷൻ എങ്ങനെയാന്ന് നോക്കാം. നമ്മള് ബൈലാറ്ററൽ റിലേഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷനാണ് നമ്മൾ ബൈലാറ്ററൽ റിലേഷൻ എന്ന് പറയുക. 2001 തൊട്ട് 6 വരെ ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ബേഗം ഖലീജ. അപ്പൊ അവരുടെ ഒരു കോയലേഷൻ ഗവൺമെന്റ് ആണ്. നാഷണലിസ്റ്റ് ബംഗ്ലാദേശിന്റെ നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു ഗ്രൂപ്പാണ്, മുസ്ലിം ഗ്രൂപ്പ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു കോയലേഷൻ ഗവൺമെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ബൈലാറ്ററൽ റിലേഷൻസിൽ നമ്മളുടെ ഇലക്ട്രൽ വിക്ടറി, ആ സമയത്ത് ആർമി ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനസമ്മതമായിട്ടുള്ള ഒരു ലീഗ് 2008 ഇലക്ഷനിൽ ജയിക്കുന്നു. ആ 2015 മോഡി ഗവൺമെന്റ് ആ സമയത്ത് ഒരു ബോധങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ 1974 ഉണ്ടായിരുന്ന ലാൻഡ് ബൗണ്ടറി ട്രീറ്റിനെ ഒന്നുകൂടെ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് 2015 മോദി ഗവൺമെന്റ് വന്നപ്പോൾ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുഴകളുടെ വെള്ളം എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ അൺസോൾവ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഹയസ്റ്റ് ലെവലില് ഇരുന്ന് സംസാരിച്ച് അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നത്തെ വരുന്നത് ടെസ റിവറിന്റെ ആണ്. അതിന്റെയും എന്തൊക്കെയാണോ ഏതൊക്കെ വിധത്തിലാണോ നമ്മൾ ജലം ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളതിനും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ചൈന കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കാർഡ് എന്താ വെച്ചാല് ബംഗ്ലാദേശിന്റെ ലിവറേജ് ഉണ്ട്. ഈ ലിവറേജിൽ വരുന്നത് റിലേഷൻഷിപ്പ് ബംഗ്ലാദേശും ചൈനയും ഇന്ത്യയും ഇതിൽ ഒരു ബാലൻസിങ് ആണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഇവരുമായിട്ടുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ, ഒരു പാർട്ട്ണർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ബെനിഫിറ്റ്സ് കിട്ടും. പിന്നെ ബംഗ്ലാദേശ് അവർക്ക് ചൈനയോടും ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ ഒരു കാരണം, ചൈന പറയും ഞങ്ങൾ ഇവിടെ ലോൺസ് തരാം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ബിൽഡിങ്ങിന് ഇന്റർഫിയറൻസ് ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളുടെ ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല,
നിങ്ങളുടെ സ്വകാര്യ നിങ്ങളുടെ ആഭ്യന്തരത്തിൽ ഞങ്ങൾ തലയിടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് അവരൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാണ് ചൈനയും ബംഗ്ലാദേശും. എന്നിട്ട് 2015 മുതൽ അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ കാർഡിൽ കൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ചൈനയ്ക്ക് ഇവിടെ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ഒരു സംബന്ധം ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ ചൈനയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ട്സ് 34% ബംഗ്ലാദേശിന്റെ ടോട്ടലാണ്. മാത്രമല്ല ബംഗ്ലാദേശിന് ഒരു സിഗ്നേച്ചർ പവർ, ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ്, ഒരു റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ അവർക്ക് ഉദ്ദേശമുണ്ട്. അതിന് ഒരു സിഗ്നേച്ചർ വേണം, പവർ വേണം, സമ്മതിക്കണം. അത് മാത്രമല്ല ചൈന അവിടെ ഒരു 13.6% ബില്യൺ ഡോളേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചൈനീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ബംഗ്ലാദേശിൽ വരുമ്പോൾ അവരുടെ ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ഒറ്റ കൺട്രിയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചൈന മാത്രം. അപ്പൊ ചൈനയ്ക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിന്റെ ബേസ്ഡ് ആണ് അവർ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ഇനി ഇവരുടെ തമ്മിലുള്ള, അതായത് ബംഗ്ലാദേശും ചൈനയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ബംഗ്ലാദേശിനോട് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഇവിടെ ബംഗ്ലാദേശിന്റെ ഏറ്റവും കൂടുതൽ ആംസ് ആൻഡ് അമ്യൂണിഷൻസിന്റെ ഇമ്പോർട്ട് അവർക്ക് കൊടുക്കുകയാണ്. പിന്നെ ബംഗ്ലാദേശും ചൈനയുടെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ചൈനയാണ് സെക്കൻഡ് ലാർജസ്റ്റ് ആംസ് എക്സ്പോർട്ട് ചെയ്യുന്നത് വേൾഡിൽ. അതിനുശേഷം തൊട്ട് പിന്നാലെ പാകിസ്ഥാനുണ്ട്. ഇതില് 20% എല്ലാ സെയിൽസും ബംഗ്ലാദേശിലേക്കാണ് പോണത്. ഇത് മാത്രമല്ല ഇവര് ധാക്ക അവരുടെ ക്യാപിറ്റലാണ്, അതുവഴി 5 മാരിടൈം പെട്രോൾ വെസൽസ് ഉണ്ട്, 2 സബ്മറൈൻസ്, 16 ഫൈറ്റർ ജെറ്റ്സ്, 44 ടാങ്ക്സ്, ഇതൊക്കെ പോകാനുള്ള അതേമാതിരി ആന്റി ഷിപ്പും ആന്റി സർഫസ് ടു എയർ മിസൈൽസും അയക്കാനുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ ഒരു മിലിറ്ററിയുടെ അഗ്രിമെന്റ് 2017 ബംഗ്ലാദേശ് വേറൊരു ഡെലിവറി കൂടെ എടുത്തു, 2 ചൈനീസ് സബ്മറൈൻസ് മിനിമം പ്രൈസിൽ മേടിച്ചു. അപ്പൊ ഈ ഡിഫൻസ് വിത്ത് ചൈനയുടെ കാര്യം വരുമ്പോഴത്തേക്കും അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ അവരുടെ മിലിറ്ററിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മയൻമാർ ആണ്, ദാറ്റ് ഈസ് ദ ബർമ, ഓൾഡ് ബർമ. സോ ഇവിടത്തെ ജിയോ സ്ട്രാറ്റജിക് ഓവർവ്യൂ നോക്കുമ്പോൾ ഐരാവതി റിവർ വാല്യൂയിലാണ് ഹാർട്ട് ഓഫ് മയൻമാർ. ചെറിയ സ്റ്റേറ്റ് ആണ്, എന്നാൽ കൂടെയും ഈ കൺസോളിഡേഷൻ ചെയ്ത് വരുമ്പോൾ വളരെ വിധത്തിലുള്ള ഇൻവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെയും മൗണ്ടനസ് റീജിയൻസ് ആണ്. ഈ മൗണ്ടനസ് റീജിയൻസ് കൂടെയും നമുക്ക് ഇത്തിരി പാടാണ് അവരെ കൺട്രോൾ ചെയ്യാൻ. അതേമാതിരി തന്നെ ഇതിന്റെ കാരണം കൊണ്ട്, ഈ മയൻമാറുടെ പൊസിഷൻ കാരണം കൊണ്ട് അവർക്ക് നമ്മൾ തായ്ലാന്റ്, ലാഗോസ് ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻസ് വരുന്നുണ്ട് ഈ ഇതിന്റെ ആയിട്ട്. പിന്നെ ഫോറിൻ ഇന്റർഫിയറൻസ് വരുമ്പോൾ എത്നിക് കോൺഫ്ലിക്റ്റ് പറയും. അതായത് എത്നിക് കോൺഫ്ലിക്റ്റ് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആ കാര്യങ്ങളിൽ തലയിടുക എന്നുള്ളത്. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഫിസിക്കലായിട്ട്, ജോഗ്രഫിക്കലി അവരുടെ ക്ലോസ്നെസ് ആണ് ഇതിനുള്ള കാരണം. ഇനി 39ാമത്തെ വലിയ കൺട്രിയാണ് മയൻമാർ. ഇതിന്റെ ടോട്ടൽ ഏരിയ 6,53,080 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇതില് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഒരു ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് ബിറ്റ്വീൻ എന്താ പറയാ ഇന്ത്യൻ ഓഷ്യൻ ബേസിനും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും സദേൺ ചൈനയായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ലൊക്കേഷൻ കിടക്കുന്നത്. ആ ലൊക്കേഷൻ കാരണമാണ് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. ഇവിടത്തെ ബൈലാറ്ററൽ എന്ന് വെച്ചപ്പോ എപ്പോഴും വിചാരിച്ചോളെ 2 കൺട്രി ബൈലാറ്ററൽ റിലേഷൻസ്. ഇന്ത്യയുടെ സോൾജേഴ്സ് അവരുടെ ബ്രിട്ടീഷ് ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ആർമിയുടെ താഴെ ഇന്ത്യൻ സോൾജേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇനി ഹിസ്റ്ററി പഠിക്കുമ്പോൾ അറിയാൻ പറ്റും. അതില് 3 ഗ്രൂപ്പുകാര് ആംഗ്ലോ ബർമീസ് വാസില് നമ്മുടെ സോൾജേഴ്സ്, അതായത് ഇന്ത്യൻസ് ബ്രിട്ടീഷിന് വേണ്ടി, ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി അവര് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് 19ാം നൂറ്റാണ്ടിൽ.
അതിനുശേഷം ബർമ അനക്സേഷൻ വരുന്നു 1886. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യൻസ് വളരെ പ്രാധാന്യമുള്ള ഒരു സിവിൽ സർവീസ് എക്സാം എഴുതുകയും ആ എക്സാം വഴി അവര് ഉന്നത ലെവലിലേക്ക് വരികയും ചെയ്യുന്നു. കൂടാതെ ഇന്ത്യൻസ് ബിസിനസ്സിൽ ഇൻവോൾവ് ആവും, പോലീസിൽ ഇൻവോൾവ് ആവും, സെക്യൂരിറ്റി ഫോഴ്സസിലും ബർമയിലുള്ളതിൽ ഇൻവോൾവ് ആവും. ബർമ പിന്നെ അവസാനം 1937 ഒരു ബ്രിട്ടീഷ് പ്രോവിൻസ് ആയിട്ട് മാറുകയും അതിനുശേഷം അത് എത്നിക് അവരുടെ ഹാർബറിന്റെ ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ടാവുന്നുണ്ട് ഇന്ത്യൻസിന്. ആ കാലഘട്ടം നമുക്ക് പ്രൈം മിനിസ്റ്റർ നെഹ്റു, ജവഹർലാൽ നെഹ്റു ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്പിന് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ശ്രമിക്കുകയും അങ്ങനെ ബർമയുടെ ഒരു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന യുനുവിന്റെ കൂടെ ഡിസ്കഷൻ ചെയ്ത് ഒരു നല്ല ഒരു ബൈലാറ്ററൽ ഇഷ്യൂസിനെ പറ്റി ഒരു സംബന്ധം വന്നിട്ടുണ്ട്. ഇനി ഇതില് ഈ പോളിസിന്റെ പേരാണ് ലുക്ക് ഈസ്റ്റ് പോളിസി. 1994 ഇതില് ലുക്ക് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ കിഴക്ക് വശത്തേക്ക് നോക്കിയിട്ടുള്ള പോളിസി എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതില് മൾട്ടി ആയിട്ടുള്ള ഒന്നല്ല ഒരുപാട് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. അവിടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലുള്ള 1643 കിലോമീറ്റർ ദൂരമുള്ള മയൻമാർ, ഇതിന്റെ കൂടെ ബോർഡർ വരുന്നുണ്ട്, ബംഗ്ലാദേശുണ്ട്. അപ്പൊ അതേമാതിരി തന്നെ ബംഗ്ലാദേശിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവിടുത്തെ ആൾക്കാരുമായിട്ടും അവിടുത്തെ ആനിമൽസുമായിട്ടും അവിടുത്തെ ഗുഡ്സുമായിട്ടും ഒരു ലീഗലും ഇല്ലീഗൽ മൂവ്മെന്റ്സും നടന്നിട്ടുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ ചൈന പ്ലാൻ ചെയ്യുന്നത് ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മയൻമാർ ഒരു എക്കണോമിക് കോറിഡോർ, ഒരു ഇടവഴി ഉണ്ടാക്കുക. 4 രാജ്യങ്ങൾ, ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മയൻമാർ. അതിനെയാണ് BCIM ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുമ്പോൾ വ്യവസായത്തിന് പോകാനുള്ള വഴികൾ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഒരു ഡോക്യുമെന്റ് സിഗ്നേച്ചർ. അപ്പോ ഈ മയൻമാർ തന്നെ സെൻട്രൽ പോയിന്റ് ഓഫ് കണക്ടിവിറ്റി ആയി അവിടെ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു ട്രാൻസിറ്റിനുള്ള ഇന്ത്യ വഴി, ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശും ചൈനയിൽ നിന്നും തായ്ലാന്റിലേക്ക് പോകാനുള്ള ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആയിട്ട് വരാം, ഒരു ട്രാൻസ്പോർട്ട് പോയിന്റ് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ഏഷ്യൻ കൺട്രി എന്നുള്ള ലെവലില് ഇന്ത്യക്ക് 2 ലാൻഡായിട്ടും കടൽ വഴി മാരിടൈം ബോർഡേഴ്സുമായിട്ടും ഇവർക്ക് നമുക്ക് ലാഗോസായിട്ട് കണക്ഷൻ ചെയ്ത് വരുന്നു. ഇനി ചൈനീസ് സ്പെക്ട്രം, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഒരു ചൈനീസിന്റെ 3 വിധമാണ്: ഇക്കണോമിക് ആൻഡ് കമേഴ്സ്യൽ, കൾച്ചറൽ ആൻഡ് ജിയോഗ്രാഫിക്. ജിയോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട്, കൾച്ചർ എന്ന് വെച്ചാൽ കൾച്ചർ ലെവലില് സാംസ്കാരികമായിട്ട്, ഇക്കണോമിക് ധനപരമായിട്ടും, ബിസിനസ്, കമേഴ്സ്യൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മൾ സെക്യൂരിറ്റി നീഡ്സിൽ ഏതൊക്കെ രാജ്യങ്ങൾ ആ ഭാഗത്തുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ് ഇതിൽ ഇൻവോൾവ് ആകുന്നത്. ചൈന ഒരു ലാർജ് മിലിറ്ററി ഉണ്ടാക്കി ആ മിലിറ്ററിന്റെ റീജിയൻസ് മയൻമാറിൽ കൊണ്ടുവന്ന് ബോർഡർ ചെയ്ത് ഇന്ത്യയുടെ ബോർഡറിൽ കൊണ്ടുവന്ന് വെച്ചു, അതായത് അരുണാചൽ പ്രദേശ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചൈന വേറൊരു സ്ട്രോങ് മിലിറ്ററി പോയിന്റ് ചിറ്റഗോങ് ബംഗ്ലാദേശിലും കൊണ്ടുവന്നു. അപ്പൊ ചൈനയുടെ മൂവ്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓവറോൾ ആയിട്ട് കണക്ടിവിറ്റി നോക്കുമ്പോൾ ബംഗ്ലാദേശ്, മയൻമാർ ആൻഡ് ചൈന വെരി ക്ലോസ് ടു ഇന്ത്യ. അപ്പോ അവർക്ക് ഇവരൊക്കെ എപ്പോ വേണമെങ്കിലും ഇന്ത്യയുടെ അഖണ്ഡതയെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. ഇനി അടുത്തത് ഭൂട്ടാൻ. ജിയോമെട്രിക്, അതായത് എഗെയിൻ ലാൻഡിന്റെ ലൊക്കേഷനാണ് നമ്മൾ ജിയോ സ്ട്രാറ്റജിക് എന്ന് പറയുന്നത്. ഇവിടെയും സൗത്ത് ഏഷ്യയില് ഒരു ലാൻഡ് ലോക്ഡ് കൺട്രി എന്ന് പറയാം. ഭൂമിശാസ്ത്രപരമായി 38,117 കിലോമീറ്റർ ഉണ്ട്. പോപ്പുലേഷൻ ആണെങ്കിൽ ഒരു 800,000 ആണ്. ഇത് കൂടാണ്ട് ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹെർമിറ്റ് കിങ്ഡം. ഹെർമിറ്റ് കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം എന്താ വെച്ചാല് സന്യാസിമാർ ഇരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അവരുടെ ഹെർമിറ്റ് എന്ന് വെച്ചാൽ സന്യാസി എന്നാണ് അർത്ഥം. അവരുടെ കിങ്ഡം ബുദ്ധിസ്റ്റ് ലാമകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അവര് ആ ബുദ്ധിസ്റ്റ് ലാമയ്ക്ക് വന്നിട്ട് ബുദ്ധലാമയായിരിക്കും അവരുടെ മൊണാർക്ക് അല്ലെങ്കിൽ അവരുടെ രാജാവ്. മൊണാർക്ക് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുമ്പോൾ രാജതന്ത്രപരമായിട്ട് ആ രാജാവിന്റെ അടുത്ത രാജാവ് അവിടെ വന്നാലും
പവർ അവരുടെ കയ്യിലില്ല. അവര് മതപരമായ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ കിങ്ഡത്തിന് ഉള്ളത്. ചെറിയ രാജ്യമാണ്. ആ ചെറിയ രാജ്യത്തിന്റെ സോവറിനിറ്റി ഉണ്ട്. അവർക്ക് ചൈനയുടെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ ഭൂട്ടാനിൽ നമ്മൾ കാണുന്നത് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം, വളരെ സെക്യൂരിറ്റി സിസ്റ്റം നമ്മുടെ ഇന്ത്യയായിട്ടാണ്. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ബുദ്ധമതമാണ്, ഈ ഇന്ത്യയിൽ ഉത്ഭവിച്ച ബുദ്ധമതമാണ് ഈ ഭൂട്ടാനിലും അവര് നോക്കിയിട്ടുള്ളത്, അവര് ഫോളോ ചെയ്യുന്നതും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഒരു മദർ കൺട്രി അല്ലെങ്കിൽ ഒരു അയൽവാസി എന്നുള്ള നിലയിൽ നമ്മൾ തന്നെ അവരുടെ എക്കണോമിക്കും അവരുടെ ധനപരമായിട്ടും അവരുടെ സെക്യൂരിറ്റി സിസ്റ്റവും നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി മോഡൽ നെയ്ബർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അതിനെ മോഡൽ നെയ്ബർ എന്ന് പറയുന്നു? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഭൂട്ടാൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഒരു സഹോദര സഖ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രീറ്റി സൈൻ ചെയ്തത് 8-ാം തീയതി ഓഗസ്റ്റ് 8, 1949. എന്തിനു വേണ്ടിയിട്ട് സൈൻ ചെയ്തു? ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നോൺ ഇന്റർഫിയറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ പീസ്ഫുൾ ആയിട്ട് ജീവിക്കണം. അതേ മാത്രമല്ല, ഇന്ത്യയാണ് അവരുടെ ഫോറിൻ പോളിസികളൊക്കെ ഗൈഡ് ചെയ്ത് കൊടുത്തത് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്ത്യ യു എന്നില് ഭൂട്ടാനിലൊരു മെമ്പർ ആവാനും വളരെ കാര്യമായിട്ട് ശ്രമിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഭൂട്ടാൻ നോർമലി ഒരു പീസ് ലവിങ് നേഷൻ ആണ്, അതായത് സമാധാന പ്രിയരാണ്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യ ഭൂട്ടാന്റെ റിലേഷൻഷിപ്പിന് നമ്മൾ അതുകൊണ്ടാണ് മോഡൽ നെയ്ബർ എന്ന് പറയാ. അല്ലെങ്കിൽ വളരെ നല്ലതായിട്ടുള്ള ഒരു കൂടുതൽ സാഹോദര്യം സന്തോഷമൊക്കെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ അഭിപ്രായം, ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും തമ്മിലുള്ള അഭിപ്രായങ്ങൾ ഒരേമാതിരി പോകുന്നത് കൊണ്ടും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഫിനാൻഷ്യൽ നമ്മൾ സമ്മതിയായിട്ടും എക്കണോമിക്കലായിട്ടും നമ്മൾ അവർക്ക് അതിന്റെ റിട്ടേൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ സെക്യൂരിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഡിഫൻസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. ഇവിടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. അതായത് 2006 മുതൽ 2008 വരെ ഇന്റേണൽ പോളിറ്റിക്സ് ഉണ്ടായിട്ടുണ്ട്. ആ പോളിറ്റിക്സില് രാജാവ് ഒരു പുതിയതായിട്ടുള്ള പാർലമെന്ററി ഡെമോക്രസി കൊണ്ടുവരാൻ ശ്രമിച്ചു. കുറെ ഇലക്ഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്, ഞാൻ അതിനെപ്പറ്റിയൊന്നും പരാമർശിക്കുന്നില്ല. എന്നാലും പക്ഷെ അവർക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2007 ഇന്ത്യ ഒരു പുതിയ ട്രീറ്റി അവരായിട്ട് സംബന്ധിച്ച് ഒരു സന്ധി ചെയ്തു. ഈ ട്രീറ്റി പ്രകാരം ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ തന്നെയും നമ്മളൊന്ന് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ സഹായിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇത് നമ്മള് ഈ ട്രീറ്റിയിൽ, അതായത് റോയൽ ഭൂട്ടാൻ ആർമിയിലെ ട്രീറ്റിയിലെ യുണൈറ്റഡ് ലിബറേഷൻസ് ഫ്രണ്ട് ഓഫ് അസം ULFA, ഇത് ബോഡോലാൻഡ് ഉദ്ദേശങ്ങളാണ്. അപ്പൊ അവർക്ക് നമ്മൾ മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മിലിറ്ററി ട്രെയിനിങ് ടീം അവിടെ നിന്ന് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത്, റോയൽ ഭൂട്ടാൻ ആർമി എന്നുള്ള ഒരു ട്രെയിനിങ് കൊടുത്ത് അവർക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബോർഡറിലും ഡയലോഗിലും ചൈനയുമായിട്ടുള്ള ഡയലോഗിലും അത് എന്ത് വന്നാലും ഭൂട്ടാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അടുത്ത് സജഷൻസ് ചോദിക്കും, കൺസൾട്ടേഷൻ ചെയ്യും. എന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ സന്ധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രീറ്റികളോ സൈൻ ചെയ്യാറില്ല. കാരണം അവർക്ക് കുറച്ചുകൂടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതും സപ്പോർട്ട് കിട്ടിയിട്ടുള്ളതും ഇന്ത്യയിൽ നിന്നായതുകൊണ്ടാണ് അവർക്ക് ആ വിശ്വാസം. ഇനി ഇതിനെപ്പറ്റി ഇവരുടെ സോഴ്സ് എന്താണ്? റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരുമാനം ഏത് വിധത്തിലാണ്? അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ആ ഇലക്ട്രിസിറ്റി വഴിയാണ് അവരുടെ സമ്പാദ്യം കിട്ടുന്നത്. ഇതിന് ഇന്ത്യ അവിടെ 3 ഹൈഡ്രോ ഇലക്ട്രിക് ഡാംസ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഭൂട്ടാനിൽ. എന്നിട്ട് അതിന്റെ ആ ഡാംസ്, ഹൈഡ്രോ ഇലക്ട്രിക് ഡാംസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന ഇലക്ട്രിസിറ്റി മുഴുവനും ഒരു റീസണബിളി നല്ല പ്രൈസിലാണ് ഇന്ത്യ മേടിക്കുന്നത്. അപ്പൊ ഈ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രോജക്ട്സ് ചുക്ക, കിർച്ചു, താല
ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇവർക്ക് നമ്മൾക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന റവന്യൂ അവരുടെ ഇൻവെസ്റ്റ്മെന്റിനും ഒക്കെ പോകും. അപ്പോൾ ഇത് കൂടാണ്ട് ഭൂട്ടാൻ വേറെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് വരാനും അവർക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യ തന്നെയാണ് ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉള്ള, അതായത് മേടിക്കാൻ താല്പര്യമുള്ള കൺട്രി. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിഫറൻഷ്യൽ ആയിട്ട് ട്രേഡ് ബിസിനസ് കൂടെ അതുമാതിരി ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസും ഭൂട്ടാനിന് നമ്മൾ കൊടുത്തു പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഹാപ്പിനെസ് ക്വഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഹാപ്പിനെസ്, സന്തോഷമുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിനാണ് ഇങ്ങനെ നമ്മൾ കാണുന്നത്. ഇന്ത്യ ചെയ്യുന്നത് 60% ഭൂട്ടാന്റെ ആനുവൽ ബഡ്ജറ്ററിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭൂട്ടാൻ ഏറ്റവും നല്ല പെർ ക്യാപിറ്റ ഇൻകം സൗത്ത് ഏഷ്യൻ കൺട്രികളിൽ ഏറ്റവും നല്ല ഒരു പെർ ക്യാപിറ്റ അനുഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് ഇൻഫ്രാസ്ട്രക്ചർ മുഖാന്തരം, നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ മുഖാന്തരം അവരുടെ എക്കോണമി അതിലെ ധനസ്ഥിതി ഇംപ്രൂവ് ആവുന്നുണ്ട്. മാത്രമല്ല അവരുടെ ആൾക്കാരൊക്കെ അവിടെ ഹാപ്പിനെസിന്റെ ഒരു പരിണാമമായിട്ട് പറഞ്ഞു വരികയാണ്. നല്ലപോലെ പഠിച്ചിട്ടുള്ളവരാണ്, നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്, നല്ല സ്കിൽ ആർട്ടിൽ അറിയുന്നവരാണ്. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ടാണ് അവർക്കൊരു നല്ലൊരു ഹാപ്പിനെസ്, ഒരു സുഖ സൗകര്യമായ ഒരു ക്വോഷ്യന്റ് അവർക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് അതിനെ നമ്മൾ അങ്ങനെ വിളിക്കുന്നു. ഇനി പുതിയതായിട്ടുള്ള ബയലാറ്ററൽ റിലേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഈ സമയത്ത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഫസ്റ്റ് ഇതില് കൂടുതൽ ഇമ്പോർട്ടൻസ് പറഞ്ഞു നെയ്ബേഴ്സ് ഫസ്റ്റ് എന്നുള്ള പോളിസി. ഈ നെയ്ബേഴ്സ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളുടെ അയൽവാസികൾക്ക് നന്നാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അവിടെ ഭൂട്ടാനാണ് ഫസ്റ്റ് കൺട്രി. പ്രൈം മിനിസ്റ്റർ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത കൺട്രി ഭൂട്ടാനാണ് 2014. ആ പോളിസിന്റെ പ്രകാരം ആ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടത്തിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യമായിട്ട് ഒരു ആതിഥേയത്വം വെച്ചത് ഭൂട്ടാനാണ്. നമ്മളുടെ അതിഥിയായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി 2004 വിസിറ്റ് ചെയ്തു. പിന്നെ ഭൂട്ടാൻ സെക്കൻഡ് ടൈമിലും വിസിറ്റ് ചെയ്തിട്ടുണ്ട് 17-18 ഓഗസ്റ്റിൽ 2019. ആ സമയത്ത് 10 ട്രീറ്റികളാണ്. MOUs എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള സിഗ്നേച്ചറാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെ റിലേഷൻഷിപ്പ് 10 സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഡെവലപ്മെന്റിന് നമ്മൾ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യ പ്രോമിസ് ചെയ്തു. എന്താ പ്രോമിസ് ചെയ്തത്? ഒരു 10,000 മെഗാവാൾട്ടിന്റെ ഹൈഡ്രോ പവർ കപ്പാസിറ്റി 2020 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള ഒരു പ്രോമിസും കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ അവർ അത് ഉണ്ടാക്കി വരുമ്പോൾ, അങ്ങനെ കൂടുതലായിട്ട് അവർക്ക് സർപ്ലസ് ആയിട്ട് വരികയാണെങ്കിൽ, അവർക്ക് ആവശ്യത്തിന് മേലെ വരികയാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റി നമ്മൾ മേടിച്ചോളാം എന്നുള്ള ഒരു വാഗ്ദാനം കൂടെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ദോക്കളം സ്റ്റാൻഡ് ഓഫ്. ഇവിടെ 2017 ഇന്ത്യയും ചൈനീസ് സോൾജേഴ്സും ഒരു ദോക്കളം ഈ സ്ഥലത്ത് വന്ന്, ബോർഡറാണത്, ഭൂട്ടാൻ ചൈന ഈ ഇന്ത്യ ആ ബോർഡറിലാണ് ഈ ലൊക്കേഷൻ ദോക്കളം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ആൾക്കാർ കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി, ഇന്ത്യ ഭൂട്ടാനീസ് ഗവൺമെന്റുമായിട്ട് കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി അവരുണ്ട്. അപ്പൊ ഇവർ ചൈനീസ് ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ള ഒരു യൂണിലാറ്ററൽ പോളിസിയാണ് ഉള്ളത്. റോഡ് വഴി വരാൻ പറ്റും, അപ്പോൾ ക്ലെയിം ചെയ്യാനായിട്ട് സൗകര്യമാണ്. ഇതിന് ഈ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഭൂട്ടാനിലും ചൈനയിലും ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഇന്റേണൽ റിലേഷൻസ് നടക്കാണ്ട് ഒരു ഡിസ്പ്യൂട്ട്, ഡോക്ലം പ്ലേറ്റ്യൂലുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അതിന് ദോക്കളം പ്ലേറ്റ്യൂല് ഒരു ഡീല് അല്ലെങ്കിൽ നമ്മളൊരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്, ഇൻഡോ ഭൂട്ടാൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിന്ന്. ഈ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി വഴി വരുമ്പോൾ ചൈനീസിന്റെ പ്രസൻസ് ഈ സ്ട്രാറ്റജിക്കലി പ്രത്യേകമായിട്ട് ഡോക്കാൻ പ്ലാറ്റ്യൂല് അവരുടെ ആൾക്കാരുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. കാരണം
ഈ ചൈനീസ് ആർമിക്ക് അല്ലെങ്കിൽ മിലിറ്ററിക്ക് അവിടെ ഡോക്ലം പ്ലാറ്റ്യൂവിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നുഴഞ്ഞ് ഇന്ത്യ സിൽഗുരി കോറിഡർ വഴി നമ്മളുടെ രാജ്യത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിനെ ഒരു ഇന്ത്യ ഇത്തിരി വിഷമിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ട്രാൻസ്പോർട്ട് ബംഗ്ലാദേശ് വഴിയും ഇതേമാതിരി ട്രാൻസ്പോർട്ട് നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഡെവലപ്മെന്റ് സമയത്ത്. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലാണ് ഇത് വരുന്നത്. ഈ കാരണത്താൽ ബംഗ്ലാദേശിന് ഇതറിയാം. അപ്പൊ അവരെന്താ ചെയ്തത്, ഈ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീനെ ഒരു മാനദണ്ഡമാക്കി ഇന്ത്യയുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ബാർഗൈനിങ്, ഒരു വിലപേശലിന് വരെ പോയിട്ടുണ്ട്. ഈ ഫ്രിക്ഷനിലാണ് നമ്മൾ പല പ്രാവശ്യവും ബംഗ്ലാദേശുമായിട്ട് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുകയും ചില സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ക്യാൻസൽ ആക്കേണ്ടി വരുന്നതൊക്കെ ഈ ഒറ്റ പ്രശ്നം കൊണ്ടാണ്, ലാൻഡ് വഴിയുള്ള ട്രാൻസ്പോർട്ടേഷനിൽ. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ റെസ്റ്റ് ഓഫ് ദ ബാക്കിയുള്ള രാജ്യത്തേക്ക്, അതായത് ഇടുങ്ങിയ വഴിയാണത്. ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് നമ്മൾ ബോട്ടിൽ നെക്ക് എന്ന് പറയാറില്ലേ ട്രാൻസ്പോർട്ടിൽ, അതേമാതിരി തന്നെ ഇടുങ്ങിയ വഴി വരുമ്പോഴത്തേക്കും ആ റോഡിന്റെ വഴി കൂടെ വരാനുള്ള സിൽഗുരി കോറിഡോറിലെ വഴി ഇതിനെ വെച്ചുകൊണ്ട് അവര് നമ്മളുടെ അടുത്ത് വില പേശിയിട്ടുണ്ട്. ഇനി ബംഗ്ലാദേശ്, മയൻമാർ, ഭൂട്ടാൻ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, ഇവര് 3 പേരും ബംഗ്ലാദേശ്, മയൻമാർ, ഭൂട്ടാൻ ക്രിട്ടിക്കലി നമ്മുടെ സെക്യൂരിറ്റി, നോർത്ത് ഈസ്റ്റേൺ സെക്യൂരിറ്റിക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഏരിയ ഉണ്ട്. കാരണം ഇന്ത്യ എന്താ ചെയ്ത വെച്ചാല് ബംഗാളിന്റെ ഇനീഷ്യേറ്റീവില് മൾട്ടി സെക്ടർ ലെവലില് ഇക്കണോമിക് കോപ്പറേഷൻ ഉണ്ടാക്കി. ബീംസ്റ്റെക് എന്ന് പറയും. അതായത് ബംഗ്ലാദേശും മയൻമാറും ഭൂട്ടാനും ബാക്കിയുള്ള കൺട്രികളും കൂടെ ചേർന്നിട്ട് ഇക്കണോമിക് ആയിട്ടുള്ള എന്തൊക്കെ തരത്തിൽ ടെക്നിക്കലായിട്ട് എന്ത് മൾട്ടി ലെവലില് മൾട്ടി സെക്ടർ മോഡില് ടെക്നിക്കലായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇക്കണോമിക്കലായിട്ട് കോപ്പറേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു സന്ധി. ഈ സമയത്ത് നോർത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ളവർക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ നോർത്ത് ഈസ്റ്റേൺ ഈ ബിംസ്റ്റെക്കിന്റെ കൺട്രികൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ശ്രീലങ്ക ഇതിൽ വരുന്ന കൺട്രികൾ, ബംഗാളിന്റെ ചുറ്റു വരുന്നത് ശ്രീലങ്ക, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മയൻമാർ ആൻഡ് തായ്ലാൻഡ്. അപ്പോൾ അത്രത്തോളം നമ്മൾ കൺട്രികൾ പരസ്പരം ഏഷ്യൻ കൺട്രികൾ തമ്മിൽ ഒന്ന് കണക്ഷൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഓർഗനൈസേഷൻ ഇന്ത്യ റിവൈവ് ചെയ്ത് കൊണ്ടുവന്നത്. ഇനി നേപ്പാളിന്റെ സ്ട്രാറ്റജി ലൈൻ അനുസരിച്ച് അല്ലെങ്കിൽ ലൊക്കേഷൻ അനുസരിച്ച് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ഇന്ത്യയാണ്. അപ്പോ ഇവിടെ ഇത് വേറെ ഒരു ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസും നെയ്ബറായ ഇന്ത്യയുമായിട്ട് ലോക്ക് ചെയ്തിട്ടുള്ള കൺട്രി. അപ്പൊ ഈ കൺട്രി എവിടെ കിടക്കുന്നത് വെച്ചാല് ഇന്ത്യയുടെയും ചൈനയുടെയും നടുവിലായിട്ട് വരും. അപ്പൊ നേപ്പാൾ നമ്മള് നാഷണൽ നെയ്ബർ ട്രാൻസിറ്റിൽ പോവാം, വളരെ സൗകര്യമായിട്ട് പോയിട്ട് വരാം ഈ നേപ്പാളിലേക്ക്. കാരണം ട്രാൻസിഷൻ ആണ്, അവിടെ വിസ അല്ല വരുന്നത്, NTS ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മല അടിവാരം എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അവിടെ ഐസൊലേറ്റഡ് ഒരു കൃഷി സ്ഥലം അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരാണ്. അത് മാത്രമല്ല ഇതിനെ തന്നെ വെച്ചുകൊണ്ട് അവര് നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇക്കണോമിക്ക് അവരുടെ ധനപരമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഇന്ത്യയുമായിട്ടുള്ള കണക്ഷൻസും നേപ്പാളിനുണ്ട്. ഇതില് കൃഷിയാണ് വലുതായിട്ട് അവര് കൃഷി ചെയ്യുന്നതെങ്കിൽ കൂടെയും അവരുടെ സർവീസ് സെക്ടർ, അതായത് ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ സർവീസ് സെക്ടർ എന്ന് പറയാം. അതിന്റെ ഏറ്റവും സർവീസ് സെക്ടർ എന്ന് പറയുന്നത് ടൂറിസമാണ്. നേപ്പാളിന്റെ ടൂറിസം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിളുകളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ട് എവറസ്റ്റും. അപ്പൊ ഫോറിനേഴ്സ് അവിടെ വരുമ്പോൾ ആ നമ്മൾ നേരത്തെ പറഞ്ഞ കാശ്മീർ വാലിയിൽ നിന്നുള്ളത്, അതേമാതിരി നേപ്പാളിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി കാണാനും അവിടെ താമസിക്കാനും ഫോറിൻ നാഷണൽസ് അവിടെ വന്ന് താമസിക്കുക, അവരുടെ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യുക, ആ അമ്പലങ്ങളും അതിന്റെ മൗണ്ട് എവറസ്റ്റിന് ട്രക്കിങ്ങിന് പോവുക, ഇങ്ങനെ എല്ലാവിധ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അവരുടെ ഡോളർ ഇൻകം ആയിട്ട് വരും.
ആ ഡോളേഴ്സ് ഇൻകം ആയിട്ട് വരുമ്പോൾ അവരുടെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ അവരുടെ റവന്യൂ ഹൈ ആയിട്ട് വരും. അങ്ങനെയാണ് അവരുടെ ഫോറിൻ ടൂറിസത്തിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ് നേപ്പാൾ. ബിക്കോസ് അതിന്റെ കാരണം അവന്റെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടിയാണ്. ഹിമാലയൻ മൗണ്ടൻസും ഗ്രീൻ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഫീൽഡ്സും അതൊരു എന്താ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതും. പിന്നത്തെ അമ്പലങ്ങൾ, അവിടെയുള്ള അമ്പലങ്ങൾ. പിന്നെ നോക്കുന്നത് ഈ ഞാൻ പറഞ്ഞ മാതിരി മൗണ്ട് എവറസ്റ്റ്. എങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ളവരും എവറസ്റ്റ് കയറാനുള്ളവരും താല്പര്യമുള്ളവരും അങ്ങനെ വരുമ്പോൾ ട്രക്കിങ്ങിന്റെ കാലഘട്ടം അല്ലെങ്കിൽ ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ റിസോർട്ട്സ് വരും അല്ലെങ്കിൽ ഹോട്ടൽസ് വരും. ഈ ഹോട്ടൽസ് വഴി അവർക്ക് ഫോറിൻ മണി, താമസിക്കാനുള്ള സൗകര്യങ്ങളും ഫുഡ് ഹാബിറ്റ്സ് കൊടുക്കുമ്പോഴും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോഴും മൗണ്ടൻ എവറസ്റ്റ് വേണ്ട ഗൈഡ് അല്ലെങ്കിൽ ഈ ഏരിയ കാണിച്ചു കൊടുക്കാനുള്ള ഗൈഡ്. അപ്പോൾ കൂടുതലായിട്ട് വരുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ആണ് വരുന്നത്. ആ ഫോറിൻ എക്സ്ചേഞ്ച് വഴിയാണ് അവരുടെ ഇൻകം കൂടുതലാവുന്നത്. അങ്ങനെ വന്നിട്ടാണ് GDP ഒരു എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് 78.6% US ബില്യൺ ആണെങ്കിൽ പെർ ക്യാപിറ്റൽ GDP കുറച്ചുകൂടെ 2679 ആ ലെവലിലേക്ക് ഉയർന്നു 2017. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അവരുടെ ഫോറിൻ ടൂറിസ്റ്റ് അവിടെ വന്ന് താമസിക്കുമ്പോൾ വരുന്ന ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? രാജാവായിരുന്നു, അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് മാറി മാറി ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. ഒരു കണ്ടിന്യൂസ് ആയിട്ട് രാജകുടുംബമായിരുന്നു. ആ രാജകുടുംബങ്ങൾ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മള് മനീഷ കൊയ്രാളയൊക്കെ അവരുടെ ഫിലിം സ്റ്റാർ, അവരുടെ ഫാദറിന്റെ ഫാദർ, അങ്ങനെയൊക്കെയാണ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ 2015 കോൺസ്റ്റിറ്റ്യൂഷനിൽ നേപ്പാൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് സോവറിൻ ഡെമോക്രാറ്റിക് കൊണ്ടുവരാനായിട്ടുള്ള എഫേർട്ട് എടുക്കുകയാണ്. ഈ ഫെഡറേഷൻ മുഖാന്തരം 7 പ്രോവിൻസ് ആണ് അവിടെ ഉള്ളത്. ഈ 7 പ്രോവിൻസും കൂടെ നമ്മൾ 3 ടയർ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയും. 3 ടയർ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ലെവൽ, ഞാൻ നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞതിന്റെ പിരമിഡ് ഷേപ്പ്, ലോക്കൽ ലെവൽ ഓഫ് ഗവർണൻസ് ഇങ്ങനെ വരും. പിന്നെ വരുന്നത് പ്രൊവിൻഷ്യൽ ലെവൽ, പിന്നെ വരുന്നത് ഗവൺമെന്റിന്റെ ടോട്ടലായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ട്രയാങ്കുലർ ഷേപ്പിൽ വരുന്ന ഒരു സ്ട്രക്ചർ, ഫെഡറൽ സ്ട്രക്ചറിനെയാണ് 3 ടയർ സ്ട്രക്ചർ എന്ന് പറയാ. അപ്പോൾ ലോക്കൽ ഗവൺമെന്റ്, അവിടുത്തെ ലോക്കൽ, നമുക്ക് പഞ്ചായത്തൊക്കെ ഉണ്ടല്ലോ അതുമാതിരി. അപ്പൊ ഈ കാരണം വെച്ച് തന്നെ ബൈക്യാമറൽ പാർലമെന്ററി സിസ്റ്റം അവർ ഫെഡറൽ ലെവലിൽ കൊണ്ടുവന്നു. ലോവർ ഹൗസ്, അതായത് ഇന്ത്യയുടെ മാതിരി തന്നെ ലോവർ ഹൗസ് ഉണ്ട്. അത് ഇലക്ഷൻ ചെയ്തിട്ട് മിക്സഡ് ഇലക്ട്രൽ സിസ്റ്റം വഴി ഫസ്റ്റ് പാസ്റ്റ് എന്ന്, അത് കഴിഞ്ഞിട്ട് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ. പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോവിൻസിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ എത്ര ജനസംഖ്യ ഉണ്ടോ അതിന്റെ അതിന്റെ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും അവർക്ക് സീറ്റ് അലോട്ട് ചെയ്യുക. അതിനാണ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി പീസ്, സന്ധി, ഫ്രണ്ട്ഷിപ്പിന്റെയും സമാധാനത്തിന്റെയും സന്ധി 1950. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ബൈലാറ്ററൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ട്രീറ്റികളൊക്കെ ചെയ്ത് അവര് സൈൻ ചെയ്തത് ബാക്ക്ഡ്രോപ്പിൽ അനക്സേഷൻ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കൂടാണ്ട് തന്നെ ഡയമെൻഷൻ നോക്കുമ്പോൾ ബൈലാറ്ററൽ റിലേഷൻസ്, എല്ലാ വിധത്തിലുള്ള റിലേഷൻസും ഉണ്ട്. സിക്കിമില്, ഉത്തരാഖണ്ഡിലും ഒക്കെ ആയിട്ട് കറണ്ട് ആയിട്ട് നേപ്പാളീസ് തന്നെ ഇവിടെ ഇന്ത്യൻ ആർമിയിലുണ്ട്. അപ്പൊ നമ്മുടെ ഗൂർഖ റെജിമെന്റ്സ് എന്ന് പറയുന്നത് അവരുടെയാണ്. ഈ ഗൂർഖ റെജിമെന്റിലുള്ളവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളവരും അവരുടെ റിലേഷൻഷിപ്പ്, നമുക്ക് ജോലി കിട്ടുന്നുണ്ടല്ലോ ഇന്ത്യയില്. പിന്നെ സെക്യൂരിറ്റി കൺസേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എയർലൈൻസിന്റെ 1999 കാഠ്മണ്ഡുവിലേക്ക് കൊണ്ടുവന്ന ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്തു കാണ്ഡഹാറിൽ. അത് ഒരു കാരണമായി നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഇഷ്യൂസ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടുവന്നു. 1950 ട്രീറ്റി അവർ നെഗ്ലക്ട് ചെയ്തു. പിന്നെ അവർക്ക് പ്രശ്നങ്ങൾ വന്നു. ഗൂർഖാസിനെ എടുക്കാൻ പാടില്ല, ഇന്ത്യൻ ആർമിയിലേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം കൊണ്ടുവന്നു. അത് മാത്രമല്ല ഇന്ത്യ അവരുടെ ട്രീറ്റി, നമ്മൾ ഗവൺമെന്റ് ശരി, നമ്മൾ
അവർ പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാണെന്നുള്ള കാര്യവും നമ്മൾ പറയിച്ചിട്ടുണ്ട്. ഇനി ഈ കാരണങ്ങളാൽ തന്നെയാണ് അവരുടെ റിലേഷൻഷിപ്പുമായിട്ടൊന്ന് ഉരസലുണ്ടാവുന്നത്. 2005 ഒരു വലിയൊരു എർത്ത് ക്വേക്ക് ഉണ്ടാവും. ആ എർത്ത് ക്വേക്ക് ഉണ്ടായ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നേപ്പാളിലേക്ക് നമ്മൾ ഒരു $67 മില്യൺ ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള $1 മില്യൺ കൊടുത്തു. ഇപ്പോൾ ഇന്ത്യയുടെ 3 ഭാഗങ്ങളും സൈഡ്, ഇന്ത്യ, നേപ്പാൾ, വളരെ ബഫർ സ്റ്റേറ്റ് ആയിട്ട് ചൈനയുണ്ട്. അപ്പോൾ ബഫർ സ്റ്റേറ്റ് ആയിട്ടും അതിന് നമ്മൾ കാണുന്നുണ്ട് നേപ്പാളിന്. ഇനി സൂപ്പർ പവർ ഓഫ് ഹിമാലയാസ് എന്ന് പറയുമ്പോൾ അവരുടെ സ്ട്രാറ്റജി പൊസിഷൻ അനുസരിച്ച് നേപ്പാളിന്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് അവരുടെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൽ ഉണ്ടായിരുന്നു, ഹിമാലയൻ ഉണ്ടായിരുന്നു, നേപ്പാളിയൻ പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മളുടെ ട്രഡീഷൻ വഴക്ക് അല്ലെങ്കിൽ യുദ്ധം ചെയ്യാന്നുള്ളതും അവർക്ക് ഒരു തോന്നലുണ്ട്. അവര് നേച്ചറുമായിട്ടാണ് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ സൂപ്പർ പവർ എന്നുള്ളൊരു തോന്നൽ. കാരണം നമ്മള് നേച്ചറോട് ഫൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയാ, വളരെ വിഷമമുള്ള കാര്യമാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ഉള്ള ഒരു ഫൈറ്റ്. അവര് സ്ട്രെങ്ത് ആയിരിക്കണം, മെന്റൽ സ്ട്രെങ്തും ഫിസിക്കൽ സ്ട്രെങ്തും ഒരുമിച്ച് വരണം ഈ നേച്ചറോട് ഫൈറ്റ് ചെയ്യുമ്പോൾ. ഇനി ചൈന കാഡ് എന്ന് പറഞ്ഞ ഇവിടെ നേപ്പാൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ചൈന വന്നിട്ട് കോപ്പറേഷൻ കൊണ്ടുവരുന്നു. ചൈന ഇവിടെ ആയിട്ട് ഒരു ഓട്ടോണമി ബിസിനസ് ഫോറിൻ പോളിസി കൊണ്ടുവരികയും എന്നിട്ട് ചൈനയും നേപ്പാളും കൂടെ ഒരു ചൈനീസ് ബെൽറ്റ് റോഡ് ഉണ്ടാക്കാൻ ഇനീഷ്യേറ്റീവ് എടുത്തു. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ചൈനക്കാരാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഒരു ട്രേഡിംഗ് പാർട്ട്ണർഷിപ്പ് മാതിരിയായി നേപ്പാളുമായിട്ട്. അത് മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ഉണ്ടാക്കാനും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, റോഡ് ഉണ്ടാക്കുക, റെയിൽ ഉണ്ടാക്കുക, കാഠ്മണ്ഡു ആയിട്ടുള്ള റെയിൽ ഉണ്ടാക്കുക, ടിബറ്റൻ റീജിയനും ചൈനയായിട്ട് ഉണ്ടാക്കുക. ഇതൊക്കെ ചൈന ഇൻവോൾവ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം അവർക്ക് ഇന്ത്യയെ ഡിസ്റ്റർബ് ചെയ്യാം. ഇതുവഴി നേപ്പാൾ വഴിയും ഇന്ത്യനെ ഡിസ്റ്റർബ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ചൈനയുടെ ഈ ക്രോസ് ഹിമാലയൻ കണക്ടിവിറ്റി നെറ്റ്വർക്കിനെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് വായു മുഖാന്തരമുള്ള ഏവിയേഷൻ, എയർ മുഖാന്തരമല്ല ഏവിയേഷൻ, പിന്നെ ട്രേഡിംഗ് ചെയ്യാനുള്ള പോർട്ട്, ഹൈവേസ്, റെയിൽവേസ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം കിട്ടും. അപ്പൊ ഇതിനെ വെച്ചോണ്ടാണ് ചൈന അവരുടെ ട്രംപ് കാർഡ് മാറി ഇതിനെ ഉപയോഗിക്കുന്നത് നേപ്പാളിന്. ഇനി ചൈന കാർഡ് ഈ 70 കിലോമീറ്റർ ദൂരത്തിൽ ഒരു കേറാങ് ടിബറ്റുമായിട്ട് കാഠ്മണ്ഡു വരെ കണക്ട് ചെയ്യുന്ന ഡിപ്പെൻഡൻസ് റോഡ് ഉണ്ടാക്കുന്നു. ഈ റിലേഷൻഷിപ്പിൽ വരുമ്പോഴത്തേക്കും അവരുടെ നേപ്പാളുകാർക്ക് നമ്മളോടുള്ള ഒരു എന്താ പറയാ ഒരു ഡിപ്പെൻഡൻസി കുറഞ്ഞു കിട്ടും. ചൈനീസ് പ്രസിഡന്റിന്റെയും വിസിറ്റ് നേപ്പാളിൽ വരുന്നു 2019. കൂടാണ്ട് അവരോട് അഷുറൻസ് കൊടുക്കുകയാണ് ഈ ലാൻഡ് ലോക്ഡ് എന്നുള്ളതും പറയും ലാൻഡ് ലിങ്ക്ഡ് കൺട്രി ആക്കാന്ന്. ലിങ്ക് ചെയ്ത കൺട്രി ആക്കാം, ലോക്ക്ഡ് അല്ല. അപ്പൊ ഈ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ചൈനക്ക് എത്രത്തോളം നമ്മളുടെ കൺട്രീന്റെ പിന്നെ ഡിസ്റ്റർബൻസ്, പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം ഡിസ്റ്റർബ് ചെയ്യാനായിട്ടാണ് അവൻ നോക്കുന്നത്. മാത്രമല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഇൻഫ്ലുവൻസും ഈ രാജ്യങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് താഴെ വരുമ്പോഴത്തേക്കും ശ്രീലങ്കയുടെ ജിയോഗ്രാഫിക്കലി അല്ലെങ്കിൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഐലൻഡ് നേഷൻ. ഈ ഐലൻഡ് നേഷനിൽ 20 കിലോമീറ്റേഴ്സ് സൗത്ത് ട്രിപ്പ് ഇന്ത്യയുടെ ശ്രീലങ്ക ലൊക്കേഷൻ നമ്മളുടെ തമിഴ്നാടിന്റെ ഭാഗത്ത്. നമ്മളുടെ തമിഴ്നാടിൽ നിന്ന് ഒരു പാർക്ക് സ്ട്രീറ്റ് ആണ് കണക്ഷൻ ഉള്ളത്. ആദ്യകാലങ്ങൾ തൊട്ടേ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഈ ഐലൻഡ് നേഷനിൽ ഏറ്റവും അടുത്തുള്ളതാണ് മാൽദീവ്സ് ഉണ്ട്, അത് നോർത്ത് ഈസ്റ്റില്. ഇതിൽ ചെയിനാണ്. ജോഗ്രഫിക്കലി ജോഗ്രഫി അനുസരിച്ച് ഒരു ലാൻഡിനെ കംപ്രൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഉൾഭാഗം, വെസ്റ്റ് ഭാഗം, അല്ലെങ്കിൽ കൊളംബോയുടെ സീസൈഡ്, ലോലാൻഡ്സ്, ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് നമ്മൾ പിരിച്ചെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ശ്രീലങ്കയായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മളിപ്പോൾ പരാമർശിക്കുന്നതായിരിക്കും. അതായത് രാമസേതു എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ചരിത്രപരമായിട്ട് ഉള്ള വിശ്വാസവും രാമനും രാമന്റെ കൂട്ടാളികളും
അവര് ഇന്ത്യയിൽ നിന്നുള്ള ശ്രീലങ്ക, അതായത് രാവണന്റെ സ്ഥലമാണ് ശ്രീലങ്ക, അവിടെ പോവാൻ വേണ്ടിയിട്ട് സേതു എന്ന് വെച്ചാൽ പാലം, രാമസേതു എന്ന് വെച്ചാൽ രാമനും സുഗ്രീവനും എല്ലാരും കൂടെ ചെയ്തിട്ടുള്ള ഒരു ഒരു രാമന്റെ ആർമി ഉണ്ടാക്കിയ ഒരു കല്ല് വെള്ളത്തിൽ എറിഞ്ഞിട്ടാണ് പാലം ഉണ്ടാക്കിയെടുക്കുന്നത് ധനുഷ്കോടിയിൽ നിന്ന്. അപ്പൊ ഈ പാലത്തിനെയാണ് രാമസേതു എന്ന് പറയുന്നത്. വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു, ഇവരുടെ ആർമി അങ്ങോട്ട് പോകുന്നു, ശ്രീലങ്ക അല്ലെങ്കിൽ രാവണന്റെ കോട്ട അടിച്ചമർത്തി സീതയെ വീണ്ടെടുക്കുന്നു. അതിനാണ് രാമസേതു. അപ്പൊ ഈ ട്രാഫിക്, അതായത് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല, നിയർ ഈ വെള്ളം മുഖാന്തരമുള്ള ട്രാഫിക്കിനാണ് നമുക്ക് ഇവിടെ പെനിൻസുലയ്ക്ക് വരേണ്ടത്. ഇവിടെ ജാഫ്നയും പെനിൻസുലയാണ് പാക് ബേയില്. അതേമാതിരി തന്നെ മേൽവശങ്ങളിൽ ഡ്രൈ ആണ്, അഗ്രികൾച്ചർ മാത്രമേ അവിടെ പോസിബിൾ ഉള്ളൂ, പിന്നെ ഉള്ളത് വാട്ടറും. ഫിഷിംഗ് ആണ് അടുത്ത എക്കണോമിക് ആയിട്ടുള്ള അവരുടെ ജോലി. ഇത് കൂടാണ്ട് അവർക്ക് ഒരു ചെയിൻ ഓഫ് സാൻഡബാസ് ആഡംസ് ബ്രിഡ്ജും ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കുറച്ച് ടൂറിസം, ഇവിടെയും ടൂറിസം കാണാം. ബയലാറ്ററൽ ഇഷ്യൂസ്, രണ്ട് ഇഷ്യൂസ്, മ്യൂച്വൽ സെക്യൂരിറ്റി ആൻഡ് കോപ്പറേഷൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരസ്പരം സഹായിക്കേണ്ടത് അവിടെയാണ്. റിലീജിയസ് വൈസ് നമ്മളുടെ കൾച്ചറൽ ലിങ്ക്സ് ഉണ്ട്, ഇന്ത്യൻ കൾച്ചർ തന്നെയാണ് അവിടെയും പോകുന്നത്. സിംഗളേഴ്സ് ഉണ്ട്, കൂടാതെ തമിഴ് പോപ്പുലേഷൻ ഉണ്ട്. തമിഴ് പോപ്പുലേഷൻ ആദ്യ കാലഘട്ടങ്ങളിൽ അവിടേക്ക് ഉണ്ടായിരുന്ന പ്ലാന്റേഷൻസിലേക്കൊക്കെ തിരുച്ചി നിന്ന് അവിടെ പോവുക, ശ്രീരംഗത്ത് നിന്നും പോവുക, അല്ലെങ്കിൽ തമിഴ്നാടിനോട് ശ്രീലങ്കൻ ആ ഭാഗത്തിൽ അടുത്ത് കിടക്കുന്നതുകൊണ്ട് അവർ അവിടെ പോയി ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയാണ് സ്ട്രോങ് ആയിട്ടുള്ള തമിഴ് സെറ്റിൽമെന്റ് ആദ്യ കാലഘട്ടത്തിൽ അവിടെ വന്നത്. പ്ലാന്റേഷൻസിൽ, റബ്ബർ പ്ലാന്റേഷൻ, കോക്കനട്ട് പ്ലാന്റേഷനിലൊക്കെ അവർ വർക്ക് ചെയ്തിരുന്നു ലേബറേഴ്സ് ആയിട്ട്. ഇനി തമിഴ് പോപ്പുലേഷൻ ശ്രീലങ്കയിലുള്ളത് കൂടുതൽ കുറെ പേരുണ്ട്, ലേബേഴ്സ് ആണ് അവര്. ലേബർ വർക്ക് തമിഴ് ഗ്രൂപ്പാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ നോർത്തിലും സെൻട്രലിലും ശ്രീലങ്കയിലും ഉണ്ട്. പിന്നെ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് തമിഴിയൻസ് അവിടെ പോയി താമസിച്ച് ലേബറായിട്ട് വർക്ക് ചെയ്ത് റബ്ബർ ടീ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ് അടുത്ത ഗ്രൂപ്പ്. ഇത് മാത്രമല്ല, 1948 ഇന്ത്യ ശ്രീലങ്ക ഫ്രീ ആയപ്പോഴും ഈ സിറ്റിസൺഷിപ്പ് ആക്ട് 49 ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഈ തമിഴ് ഇന്ത്യൻസ് അവിടുത്തെ നോൺ സിറ്റിസൺസ് ആണ്, അവിടുത്തെ സിറ്റിസൺ ആണല്ല. ഇവിടെ നിന്ന് പോയി അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയില്ല, അവിടെയും സിറ്റിസൺ ഇല്ല, ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പൊ അവർക്ക് ഒരു സ്ഥാനമില്ലാത്തൊരു, എവിടെയും ഒരു സ്ഥലമില്ലാത്തൊരു വിധത്തിൽ അവർ വരുന്നു. അതുകൊണ്ടാണ് സിവിൽ വാർ വരുന്നത് ശ്രീലങ്കയിൽ. ശ്രീലങ്കയിൽ സിവിൽ വാറിന്റെ കാരണം സിംഗള മെജോറിറ്റി, അവരുടെ ഒറിജിനാണ് സിംഗളീസ്, അവരുടെ മെജോറിറ്റി തമിഴ് സെപ്പറേറ്റ് ആയിട്ടുള്ളവര്, തമിഴ് ഇല്ലം, അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം വേണം, സ്റ്റേറ്റ് വേണമെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് സിവിൽ വാർ അവിടെ ഉണ്ടാകുന്നത്. ശ്രീലങ്ക പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി രാജീവ് ഗാന്ധി സൊല്യൂഷൻസ് ഒക്കെ സംസാരിക്കാനൊക്കെ ചെയ്തു, ഇനീഷ്യേറ്റീവ് ചെയ്തു, അവിടെ പോയി പാർട്ടികളോട് സംസാരിച്ചു. ആ പാർട്ടിയിൽ ഒരു പാർട്ടിയാണ് തമിഴ് ഇല്ലം, ടൈഗേഴ്സ് ഓഫ് തമിഴ് ഇല്ലം, LTT. അത് അവർ ഭൂട്ടാനിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ആ സംസാരത്തിൽ നിന്ന് ഒന്നും സക്സസ് ആയിട്ട് വന്നില്ല. അവരുടെ പാർട്ടി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. സെക്യൂരിറ്റി കൗൺസിൽസ് കൂടുതലാവുന്ന ശ്രീലങ്കന്റെ തമിഴ് സ്റ്റേറ്റും അവർ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഏറ്റവും കൂടുതലായിട്ട് നെഗോഷിയേറ്റ് ചെയ്തത് 2 നേഷൻ തിയറിയാണ്. 2 നേഷൻ, ഇന്ത്യയിലുള്ള മാതിരി തന്നെ അവിടെ പിരിക്കാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല. IKF-ന്, അതായത് നമ്മുടെ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അയക്കുന്നു. ഇതിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണിത്. പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ പോകുന്നു, അവരെ താമസിക്കുന്നു, ശ്രീലങ്കേനെ ഇതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇതേമാതിരി തന്നെ വോയിസ് ഓഫ് അമേരിക്കയുടെ ഒരു ലോഞ്ച് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇലക്ട്രോണിക് വിജിലൻസ് വെച്ച് ഞാൻ മിന്നാന്നും പറഞ്ഞു, ശ്രീലങ്കേന്റെ അവിടെ വന്നിട്ട് ഒരു കപ്പൽ കിടക്കുന്നുണ്ട് ചൈനയുടെ. അപ്പൊ ശ്രീലങ്ക ക്ലോസ് ആയതുകൊണ്ട് അവർക്ക് ഡീറ്റെയിൽസ് ഇന്ത്യയുടെ കിട്ടും. ഇനി ടെററിസ്റ്റ് അറ്റാക്ക് വരുമ്പോഴത്തേക്കും രാജീവ് ഗാന്ധിനെ കൊല്ലി അവരുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് US-ൽ. അപ്പൊ അവസാനം LTT എന്നുള്ളത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് വന്നു. ഇനി കൂടാണ്ട് പലവിധ സൈൻ ട്രീറ്റീസ് വഴി നമ്മൾ ശ്രീലങ്കയ്ക്ക് മേജർ എക്സ്പോർട്സ് കൊടുക്കുന്നുണ്ട്. അതേമാതിരി അവിടെ നിന്നുള്ള ഇമ്പോർട്ട്സും കൊണ്ടുവന്നിട്ട് നമ്മൾ എക്കണോമിക്കലി നമ്മൾ ബന്ധങ്ങൾ ചെയ്യുന്നുണ്ട്.
ഫിഷിംഗ് ഡിസ്പ്യൂട്ട്സ്, ഇവരുടെ നമ്മുടെ ആർമിക്കാർ, നമ്മുടെ ആൾക്കാര് വെള്ളത്തിൽ കണ്ടുപിടിക്കാൻ പാടാണ്. ശ്രീലങ്കൻ ബോർഡറിലോ നമ്മളുടെ ബോർഡറിലോ ഫിഷ് ചെയ്യുമ്പോൾ അവരെ പിടിച്ചു വെക്കും. നമ്മളും അതേമാതിരി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി അടുത്തതായിട്ട് വരുന്ന മാൽദീവ്സ്. മാൽദീവ്സും ഒരു ലോങ് സ്ട്രെച്ചാണ്, 370 ഐലൻഡ്സ് ആണ്. ഇതിലും വന്നിട്ട് ഇതേമാതിരി തന്നെ പൊസിഷൻസ് ഉണ്ട്. നോർത്ത് വെസ്റ്റ് സൗത്തിലാണ് വരുന്നത്. ഇന്ത്യൻ ഓഷ്യൻസും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ട്രാഫിക്കിംഗ് ഒക്കെ എടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ലോ ലയിങ് ലാൻഡാണ് മാൽദീവ്സ്. അവിടെ മാലിയാണ് ക്യാപിറ്റല്, ഇസ്ലാമാണ് റിലീജിയൻ, നമ്മളുടെ മാക്സിമം മുസ്ലിം ഡോമിനേഷനാണ്. അതിൻ്റെ സുൽത്താൻ പോയത് 1968. ബൈലാറ്ററൽ ഇഷ്യൂസിലും നമ്മൾ അവരെ എല്ലാം ഉണ്ട്. ഇനി ഇന്ത്യയുടെ പോളിസികൾ നോക്കുമ്പോൾ മാൽദീവ്സിൽ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പോളിസി, സ്ട്രാറ്റജിക് തിങ്കിങ് ആൻഡ് പ്ലാനിങ്. ഈ മാൽദീവ്സിന്റെ ഗവൺമെന്റിന്റെ പോളിസി ഡെമോക്രസി ഇൻവോൾവ് ചെയ്യാനും അതിന്റെ അതോറിറ്റീസിന്റെ കൂപ്പിന് അയച്ച് 1988 ഒരു കൂപ്പുണ്ടായിരുന്നു. ആർമി പോയി, നമ്മുടെ നേവി പോയി, അവർക്ക് വേണ്ടതൊക്കെ സഹായിച്ചു. സുനാമി സമയത്ത് 1000 വെള്ളം എത്തിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ ഏറ്റവും മാക്സിമം ഡെവലപ്മെന്റൽ എയ്ഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ചൈന റിലേഷൻഷിപ്പ്, മാൽദീവ്സും ചൈനയുള്ള റിലേഷൻഷിപ്പ് വന്നപ്പോഴത്തേക്കും ഇന്ത്യ ഗവൺമെന്റിനും അത് ഇത്തിരി ഡിസ്കാർഡ് ആയിട്ടുണ്ടായിരുന്നു. അവർ നമ്മൾ ചൈനയുടെ ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും നമുക്കും പ്രശ്നം വരും. അപ്പൊ ഈ ചൈനയുടെ ടൂറിസത്തിന് അവർ അവിടെ കൊണ്ടുവന്ന് വെക്കുകയും ജോയിന്റ് ആയിട്ടുള്ള നേവി സൈൻ ചെയ്ത് അവർ ഇൻവെസ്റ്റ്മെന്റ്, ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ടൂറിസത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോഴത്തെ ആണ് ഇന്ത്യയുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് അപ്രോച്ച് എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വളരെ അവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ നമ്മൾ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കൂടെയും അങ്ങേരുടെ അല്ലെങ്കിൽ 2015 പ്രൈം മിനിസ്റ്ററിന്റെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു സിറ്റുവേഷന്റെ മോശമായ അഭിപ്രായം കാരണം. പക്ഷെ എങ്കിൽ കൂടെയും ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് മാൽദീവ്സിനോട് ഡീൽ ചെയ്യുന്നു പോകുന്നത്. ഇനിയിപ്പോ പ്രസിഡന്റിന്റെ അടുത്തുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇന്ത്യയിൽ ബഡ്ജറ്ററി വരുമ്പോഴും ഒക്കെ നമ്മൾ വേണ്ട വിധത്തിൽ അവർക്ക് സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ ഈ ചൈന പാകിസ്ഥാൻ തെളിയിച്ച ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ലാൻഡ് ലോക്ക്ഡ് സ്ക്വയർ ആണ്. ഇവിടെയും 3 പാർട്സ് ഉണ്ട്, ഹൈലാൻഡ്, നോർത്തേൺ, സദേൺ പ്ലാറ്റ്യൂ. ഇതിലും കാബൂളാണ് ഏറ്റവും കൂടുതൽ. അവിടെ നമ്മൾ ലൊക്കേഷൻ ബഫർ സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ലൊക്കേഷനിൽ വരുമ്പോൾ വെസ്റ്റ് ഏഷ്യയും സെൻട്രൽ ഏഷ്യയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റും കൂടെ കണക്ട് ചെയ്തു പോകുന്നു. ഇവിടെ മുസ്ലിംസ് ആണ് മെജോറിറ്റി. പോപ്പുലേഷൻസ് മുഴുവൻ എൻകറേജ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇൻവോൾവ്മെന്റ് ആണ്. അഫ്ഗാനിസ്ഥാൻ റഷ്യയുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയർ ആയിരുന്ന സമയത്തും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഡുർലാൻഡ് എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്. ഇനി ഇവിടെ എങ്ങനെയാണ് ബൈലാറ്ററൽ റിലേഷൻസ് നോക്കിയാൽ നമ്മൾ അഫ്ഗാനിസ്ഥാനോട് പറയുന്നുണ്ട് പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ ഒരു കാരണവശാലും ഫോറിൻ ഇൻവേഴ്സിനെ പുറത്തേക്ക് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് വരാൻ പറ്റും, അതിനെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് നമ്മളുടെ റിക്വസ്റ്റ്. ഇനി 2 എംപയർ സെറ്റിൽ ആയിട്ടുള്ളത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ റഷ്യൻ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ PM പ്രസിഡന്റ് സാർ എന്നാണ് ആ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യ എന്നു. ആ കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ വളരെ ഈ പാകിസ്ഥാനുമായിട്ട് ഡീലിംഗ് ചെയ്യാനും അതേമാതിരി തന്നെ അണ്ടർ ഡെവലപ്ഡ് ആണ്. നാച്ചുറൽ മിനറലും ഹൈഡ്രോ പവറും മാത്രമാണ് അവരുടെ സമ്പാദ്യം. അതിനെ കൊണ്ട് ട്രാൻസിറ്റ് വഴി എനർജി ബൂസ്റ്റ് ചെയ്താണ് സെൻട്രൽ ഏഷ്യയായിട്ടും അവർ ബിസിനസ് ചെയ്തിരുന്നത്. കൾച്ചറൽ ലിങ്ക് വഴി ഇന്ത്യയെ ക്ലോസ് ആയിട്ട് കൾച്ചറൽ ലിങ്ക് വഴി ഉണ്ട്. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സ്റ്റെബിലിറ്റിയും അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഫോറിൻ പവേഴ്സ് പാകിസ്ഥാൻ, റഷ്യ ആൻഡ് USSR ആയിട്ടും അവർക്കൊരു ലിങ്ക് ഉണ്ട്. ട്രീറ്റി സൈൻ ചെയ്യാണ് സോവിയറ്റ് യൂണിയനായിട്ട്. പാകിസ്ഥാനും ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും ഉള്ള സമയത്ത് കോൾഡ് വാർ ടൈമിൽ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്തത് സോവിയറ്റ് യൂണിയൻ. ബിക്കോസ് ക്ലോസ്നെസ് ആണ്, അവർക്ക് സൗകര്യങ്ങൾ കിട്ടും. ഇനി താലിബാൻ കൺട്രോളും ഭയങ്കരമായിട്ടുള്ള താലിബാനെ പറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആംഡ് ഫോഴ്സസ് ആണ്. അവർ സോവിയറ്റ് യൂണിയൻ റിഫ്യൂസ് ചെയ്തു അവരുടെ ഈ പ്രശ്നങ്ങൾ കാരണം, ഈ $1 ബില്യൺ പ്രശ്നം കാരണം. ഒസാമ ബിൻ ലാഡൻ വന്നു, അമേരിക്കനെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് അവർക്ക് ഇതിനെപ്പറ്റി താലിബാൻ ഗവൺമെന്റിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ട് US ഗവൺമെന്റ് സീരിയസ് ആയിട്ട് വ്യൂ ചെയ്യുന്നത്.
അഹമ്മദ് അർസാനിനെ പിടിക്കുകയും അത് കഴിഞ്ഞ ശേഷം അവര് ട്രെയിനിങ് കൊടുത്ത് എല്ലാവർക്കും വരികയും കൊണ്ടത്. US ഫോഴ്സ് അഫ്ഗാനിസ്ഥാൻ കൊണ്ടുവന്ന് വിഡ്രോയൽ ചെയ്യാൻ അവർക്ക് ഇപ്പോൾ പാടാണ്. കാരണം തിരിച്ചും കൺട്രി ട്രബിൾ ആകുന്നുള്ള ഒരു എലക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും കാര്യമായിട്ടൊന്നും നടന്നു വരുന്നില്ല. എലക്ഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. US ഈ അൺസർട്ടനിറ്റി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചോളം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതോടുകൂടി ഈ ടോപ്പിക്ക് ഞാൻ നിൽക്കുകയാണ്. നിങ്ങളുടെ ലെസൺസ് നല്ലപോലെ വായിക്കണം, ഒരുപാട് വായിക്കാനുണ്ട്. നന്ദി, നമസ്കാരം.